കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ്. കൈവിട്ട് പോകും എന്ന് കൃത്യമായി ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി പിണറായി വിജയന്റെ വസന്തകാലമായിരുന്നു. അപ്പോൾ തന്നെ കൈവിട്ട രീതിയിലാണ് പല കാര്യങ്ങളും പിണറായി വിജയൻ മുന്നോട്ട് കൊണ്ടുപോയത്. ആ കൈവിട്ട കളിയിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നവും പ്രായവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ചുറ്റും നിന്ന ഒരു സംഘം തീയിട്ടതായിരിക്കും. എന്തായാലും അവർ അർമാദിച്ചു, കൂടെ നിന്നവർ. ഇപ്പോഴെന്താ സംഭവിക്കുക? കൂടെ നിന്നവനും കൂട്ടിക്കൊടുത്തവനും ഒന്നുമില്ല. പിണറായി വിജയൻ ഒറ്റയ്ക്ക് ഇതെല്ലാം തോളിൽ പേറേണ്ടി വന്നു. അല്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് അദ്ദേഹം ഈ ജീവിതകാലം മുഴുവൻ എല്ലാം തോളിൽ പേറിയത്. പിണറായി വിജയന്റെ ജീവിതം പഠിക്കേണ്ട ഒരു ക്യാരക്ടറാണ്, ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. പത്രങ്ങളുടെ സഹായമില്ലാതെ, മാധ്യമങ്ങളുടെ സഹായമില്ലാതെ, മാധ്യമങ്ങളുടെയും പത്രങ്ങളുടെ ശത്രുവായി തന്നെ നിന്നുകൊണ്ട്, കടക്ക് പുറത്തെന്നും തുല്യമായ അകലത്തിൽ നിർത്തിക്കൊണ്ട്, മോദിയൊക്കെ ഇപ്പോൾ പത്രപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നത് ഒരു സൈലന്റ് കൊണ്ടാണ്. നിങ്ങളെ വിളിക്കുന്നില്ല, പോകുന്നില്ല എന്നുള്ളതല്ല. ഇതങ്ങനെയല്ല. പരസ്യമായി എടാ ഗോപാലകൃഷ്ണ എന്ന് പറയുകയും ചാനലുകളെയൊക്കെ വളരെ പരസ്യമായി പേരെടുത്ത് വിളിച്ച് പറഞ്ഞ് അധിക്ഷേപിക്കുകയും മാറ്റി നിർത്തുകയൊക്കെ ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് തന്നെ വളർന്നു വന്ന അപൂർവ നേതാക്കളിൽ ഒരാളാണ്, അപൂർവം എന്ന് പറയാനില്ല, ഒരേ ഒരാളാണ് പിണറായി വിജയൻ. ഇപ്പോൾ അദ്ദേഹം തോറ്റ മീൻസ് മുന്നണി തോറ്റപ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിന്റെ മണ്ടേ കയറുകയാണ്. അവസാനമായി വരുന്ന വാർത്ത അദ്ദേഹത്തിനെ സംബന്ധിച്ച് ശുഭകരമല്ല. പ്രായം പോളിറ്റ് ബ്യൂറോയ്ക്കും ബാധകമാണ്. ഒരാളിനും പ്രത്യേകിച്ചൊരു ഇളവും പോളിറ്റ് ബ്യൂറോയിൽ കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് പിണറായി വിജയനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മാറ്റണം എന്നുള്ള ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കേരള സംസ്ഥാനം വിജയിച്ചിരിക്കുകയാണ്. ഇതാണ് കളി. കേരളത്തിൽ നല്ല ഡിമാൻഡ് വന്നിട്ടുള്ളത്. അങ്ങനെ ഡിമാൻഡ് കേരളത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുകയുമില്ല. കാരണം അങ്ങനെ വന്നാൽ പിണറായി വിജയന്റെ കയ്യിലും അത്യാവശ്യം ബ്രഹ്മാസ്ത്രമൊക്കെ ഉണ്ട്. ആരെക്കുറിച്ചായാലും, ഇപ്പം MA ബേബിയെ കുറിച്ചിട്ടായാലും ഏതൊരു നേതാവിനെ കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ബ്രഹ്മാസ്ത്രങ്ങളൊക്കെ പിണറായിയുടെ കൂടെ നിൽക്കുന്നവരോടൊപ്പം ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ വഴിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല കേരളത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയനെ താഴെ ഇറക്കാൻ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അവർ ഡിമാൻഡ് വച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിയിൽ ആർക്കും ഇളവ് കൊടുക്കണ്ട എന്നുള്ള വളരെ ശക്തമായ ഒരു ചർച്ച നടന്നതായിട്ടാണ് അറിയുന്നത്. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചൈനീസ് പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, ചെറിയ സംഭവമൊന്നുമില്ല. സോവിയറ്റ് റഷ്യയുടെയൊക്കെ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ സംഭവമാണ്. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ സഹാവിനെ സംബന്ധിച്ചിടത്തോളം ദൈവമാണ്. അത്ര വലിയ പദവിയാണ് ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ. എളുപ്പമല്ല, അതിനകത്ത് കയറിപ്പറ്റുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമില്ല. സാധാരണ വഴിയെ കൊണ്ട് ഒരാളെ പിടിച്ച് പോളിറ്റ് ബ്യൂറോയിലൊന്നും മെമ്പറൊന്നും ആക്കത്തില്ല. വളരെ വലിയ ഒരു പദവിയാണ് ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർഷിപ്പ്. അതേസമയം സീതാറാം യെച്ചൂരി, അതുപോലെ തന്നെ പ്രകാശ് കാരട്ട് എന്നിവരെ JNUവിൽ നിന്ന് നേരിട്ട് പാർട്ടിയുടെ പദവികളിലേക്ക് കൊണ്ടുവന്ന്, എന്നാൽ വളരെ ജൂനിയർ പ്രായത്തിൽ തന്നെ അവർ പോളിറ്റ് ബ്യൂറോയിൽ എത്തി. അത് EMSന്റെ ഒരു ബുദ്ധിയാണ് അങ്ങനെ വന്നത്. പക്ഷെ അല്ലാതെ ആർക്കൊന്നും എളുപ്പത്തിൽ വരാൻ കഴിയില്ല. 70 വയസ്സെങ്കിലും മിനിമം, 60, 70 ഒക്കെയാണ്. 50കളിലൊന്നും ആരും അങ്ങനെ വന്നിട്ടില്ല. ഞാനീ പറഞ്ഞ 1-2 പേരൊഴിച്ചാൽ വൃന്ദ കാരാട്ട്, പിന്നെ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി, മരിച്ചുപോയി സീതാറാം യെച്ചൂരി, MA ബേബി, പിന്നെ അത് കഴിഞ്ഞ് തന്നെ നിർബൺ ചക്രവർത്തി, നേരത്തെ ജ്യോതി ബസു, അങ്ങനെ വളരെ പ്രമുഖരായിട്ടുള്ള ബസ്ദേവ് ഭട്ടാചാര്യ, വളരെ പ്രമുഖരായിട്ടുള്ള ഇന്ത്യയിലെ നേതാക്കളാണ്. അവർ പ്രായം കൊണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള, അവരുടെ തീരുമാനം ഫൈനലുമാണ്, കേന്ദ്ര കമ്മിറ്റിയേക്കാൾ മുകളിലാണ്. ആ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പിണറായി വിജയൻ പടിയിറങ്ങുകയാണ്. ഇനി അപമാനിതനായി പടിയിറങ്ങുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഞാൻ മതിയാക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുന്നത്. EMSനെ മാതൃകയാക്കണം. EMSനെ മാതൃകയാക്കി ഞാൻ ഭരണത്തിലേക്കുമില്ല, ഞാൻ പാർട്ടിയിലേക്കുമില്ല, ഞാൻ എഴുത്തും വായനയും പരിപാടികളുമായിട്ട് ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് സായാഹ്ന കാലം, വസന്തകാലം കഴിഞ്ഞ് സായാഹ്ന കാലത്ത് EMS മാറിയതുപോലെ പിണറായി വിജയനും മാറുന്നതാണ് മൊത്തം സംവിധാനത്തിനും പിണറായി വിജയനും നല്ലത്. ഇപ്പം പിണറായി വിജയൻ മാറിയാലും മാറിയില്ലെങ്കിലും ഞങ്ങളുടെ ചാനലിനൊന്നുമില്ല, നമുക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊന്നുമില്ല. അദ്ദേഹം മാറുകയോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ പാർട്ടിക്കകത്ത് നടക്കുന്ന ചർച്ച അതീവ ഗുരുതരമായ അടിയൊഴുക്കും അന്തർധാരകളും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാ കാലവും ഇങ്ങനെ തന്നെയാണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി പരസ്യമായി സഖാക്കൾ അഭിപ്രായം പറയുമായിരുന്നു. ഇപ്പോൾ അത്ര പരസ്യമായി പറയുന്നില്ല, രഹസ്യമായിട്ടാണെങ്കിലും അവർ നല്ല ചർച്ചയിലാണ്. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കൃത്യമായി മാറണം, ആർക്കും ഒരിളവും കൊടുക്കേണ്ട കാര്യമില്ല
എന്നുള്ള ഒരു ചർച്ച രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ നടക്കുന്ന AKG സെൻറ്ററിലും അതുപോലെ ഡൽഹിയിലെ അജയ് ഭവനിലും ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിലുമൊക്കെ നടക്കുന്ന ചർച്ചകളിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഉണ്ടാകുന്നു. പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്തേക്ക് എന്നുള്ളതാണ് പുതിയ വാർത്ത. അത് പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരാൻ പറ്റുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തുമോ അതോ സമ്പൂർണ്ണമായി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് മാറുമോ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ മാറുമോ, എന്തിലേക്കാണ് പിണറായിയുടെ പ്രവർത്തന മണ്ഡലം ഏത് വിഭാഗത്തിലേക്കാണ് മാറ്റുക എന്നും കൂടി പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കേണ്ടി വരും. പ്രായത്തിൻ്റെ ഭാഗം വെച്ചുകൊണ്ട് പോളിറ്റ് ബ്യൂറോ ഒഴിവാക്കിയാൽ ഒന്നുകിൽ മറ്റൊരു പദവി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതാണ് ഘടകം എന്ന് അവർ പറയുന്നത് ഘടകം എന്നാണ്. ബ്രാഞ്ച്, ജില്ല, ലോക്കൽ ഏരിയ, ജില്ല, ഘടകം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് ഘടകത്തിൽ ഇനി സഖാവ് പ്രവർത്തിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. അതിനു മുന്നേ സഖാവ് ഒരു തീരുമാനമെടുത്താൽ അത്രയും നന്നാവും സഖാവേ എന്നാണ് സഖാക്കൾ ഈ സഖാവിനോട് പറയാതെ പറയുന്നത്.